കാണാൻ പറ്റുന്ന ഈ കോലവിടെ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ കണ്ട് റെസ്റ്റോറന്റ് അതേ ഫസ്റ്റ് ജാക്കറ്റ് ഇട്ട ആൾക്കാർ വന്നിട്ട് തിയേറ്ററിൽ വന്നിട്ട്. എവിടെ അല്ല താരെവിടെ? റെട്രോ എന്ന് പറഞ്ഞ ഒരു ശോകം പടമാണ്. ഞാനൊരു സൂര്യ ഫാനാണ്. എനിക്ക് ആ പടം വർക്കായില്ല, അതുകൊണ്ട് ഞാനൊരു പൊട്ടപ്പടം എന്ന് പറയണത്. അതെന്താ ഞാൻ പറയണത്? നീ അങ്ങനെയല്ല പറയണ്ടത്. നിനക്ക് ഇഷ്ടമായില്ല, നിന്റെ കോൺസെപ്റ്റിൽ നിനക്ക് ഇഷ്ടമായില്ല, അങ്ങനെ പറയാൻ പാടില്ല. പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ ആ സിനിമയെ സ്നേഹിക്കുന്നു. ഞാൻ ഒരു തമിഴന്മാരുടെ ഇത് കണ്ടായിരുന്നു, ഒരു റീല്. അതിൻ്റെ അകത്തുണ്ടല്ലോ വണ്ടർ ഫാൻസ് ആയിക്കോട്ടെ, ചിലപ്പോൾ എന്തായിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. റീ എൻട്രി എന്ന് അവന്മാർ പറയണേ തന്നെ ആ സീനിൽ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 700 രൂപ കൊടുത്ത് ഒരു നോർമൽ വർക്കിന് പോണ ഒരാൾ, അയാൾ അഫോർഡ് ചെയ്യണത് ഒരു 200 രൂപ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 2 മണിക്കൂർ കളഞ്ഞിട്ട് അയാൾ സന്തോഷം, ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് അയാൾ പോണത്. അയാൾക്ക് ആ സിനിമയിൽ നിന്ന് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് അല്ലേ? അയാൾ പുറത്തിറങ്ങി. എടാ അതുപോലെ തന്നെ ഈ ഡയറക്ടർമാർ പടം എടുക്കണത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരതിൻ്റെ അത് പൊളിറ്റിക്സ് കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. അതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. ഡയറക്ടറിന് പറയാനുള്ള മെസ്സേജ് കൺവേ ചെയ്യാൻ നോക്കിയേക്കണം. എന്നും വെച്ചുകൊണ്ട് കാണുന്ന പ്രേക്ഷകരുടെ ഇത് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് ഞാൻ ഓക്കെ, അത് ഞാൻ സമ്മതിക്കാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു 200 രൂപ എൻ്റെ നിന്ന് കാശ് കൊടുത്ത് ഞാൻ സിനിമക്ക് പോയി. ഇപ്പം റെട്രോ എന്ന് പറഞ്ഞ സിനിമക്ക് ഞാൻ പോയി. റെട്രോ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കണം, ഒരു സിനിമക്ക് പോയി. ആ സിനിമയിൽ എനിക്ക് ഇഷ്ടമായില്ല, അതൊരു പൊട്ടപ്പടമാണ്. പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ ഫുൾ ഒട്ടും കൊള്ളത്തില്ല, നാടിനും ദോഷം എല്ലാവർക്കും ദോഷം, അങ്ങനെ വരുന്ന സാധനമാണ് പൊട്ടപ്പടം എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല, നിനക്ക് ഇഷ്ടമായില്ല. നീ തന്നെ എന്നോട് ഓൾറെഡി പറഞ്ഞു അതിൻ്റെ അകത്ത് നല്ല സീനുകളുണ്ട്, സ്വാഗുണ്ട്, മറ്റേ അവൻ്റെ റീ എൻട്രി ഉണ്ട്, മറ്റേ എന്താ 15 മിനിറ്റ്സ് ഷോട്ട് ഉണ്ട്. എനിക്ക് ഒരു എന്നെ സംബന്ധിച്ച സാധാരണക്കാരന് ഏത് ഡയറക്ടറാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ നോക്കാറില്ല ഏത് ഡയറക്ടറാണ് അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ആ 2.5 മണിക്കൂർ 3 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറയും. നീ പൊട്ടപ്പടം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയവരെ അഭിനയിച്ചവരെയും അന്ന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും ആരെയും നിരുത്സാഹപ്പെടുത്തേ ക്രിട്ടിച്ച് ഇനി അവർ പടം ചെയ്യരുത് അങ്ങനൊന്നുമില്ല. ഇതിപ്പോൾ ഈ ലാലേട്ടൻ തന്നെ, മോഹൻലാൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്തോരം പടം എടുത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്, എന്തോരം ട്രോള്. ലാസ്റ്റ് പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത ബാറോസ് എന്ന് പറഞ്ഞൊരു മൂവി, എജ്ജാതി ട്രോളും ഇതൊക്കെയാണ് വന്നത്. പൊട്ടപ്പടം എന്നല്ല, അതിനെയൊക്കെ തെറി പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പുള്ളി വന്നിട്ട് സിനിമ നിർത്തി പോയാൽ അത് ഡയറക്റ്റ് ചെയ്തിട്ട് പുള്ളി എന്തെങ്കിലും, അത് ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു 200 രൂപ കൊടുത്ത് ഞാൻ സിനിമ കണ്ടത് പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ എൻ്റെ റൈറ്റ്സ് ആണ്. ഞാൻ എൻ്റെ കാശ് കൊടുത്ത് ഞാനൊരു സിനിമ കണ്ട് അത് കൊള്ളൂലെന്ന് പറയണത്, അതൊരു പൊട്ടപ്പടം എന്ന് പറയണത് എൻ്റെ റൈറ്റാണ്. എനിക്ക് ഒരു കാര്യം പറയട്ടെ, വേറൊരു കാര്യം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ സൂര്യ എന്നുള്ളൊരു നടൻ, ഞാനൊരു സൂര്യ ഫാനാണ്. എന്ന് വെച്ചാൽ സൂര്യ അടിക്കുന്നുള്ള സെറ്റപ്പല്ല, സൂര്യൻ എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ അയൺ തൊട്ടുള്ള കിടിലം പടം, മറ്റേ ആനന്ദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, പുള്ളിയൊക്കെ ലെജൻഡറി ഡയറക്ടറാണ്. അയൺ എന്നൊക്കെ പറഞ്ഞ പടം ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ടി വിയിൽ ഇരുന്ന് കാണും. അങ്ങനത്തെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിച്ചാണ് പുള്ളിയുടെ A to Z ഈ സൂര്യ റിപ്പോർട്ടറിലൊക്കെ ഒരു എയർപോർട്ടിലെ 10 മിനിറ്റ് ഒരു കണ്ടിന്യൂസ് ഷോട്ട് കണ്ടാൽ മതി സൂര്യ എന്നൊക്കെയുള്ള ഒരു ആക്ടറിൻ്റെ വില മനസ്സിലാവാൻ. നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഒരു തിയേറ്ററിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനം തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല. അപ്പൊ അതാണ് ആൽബി പറയണത്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അങ്ങനെയല്ല, അതിപ്പോ നീ പ്രതീക്ഷിച്ചു പോയിട്ട് നിനക്ക് കിട്ടിയില്ല എന്നുള്ളത് പൊട്ടയാവണം എങ്ങനെ? എടാ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200 രൂപ ഞാനാണ് കൊടുക്കുന്നത്. എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ പണിക്കൂട്ട് ഒരു 200 രൂപ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു റൈറ്റ്സ് ഇല്ലേ പൊട്ടപ്പടോണ നല്ല പടോണാന്ന് പറയാം. ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ വൈസ് അത് പൊട്ടപ്പടമാണ്. ഞാൻ പൊട്ടപ്പടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പോകണമെന്നുണ്ടോ? സൂര്യ പടം നിർത്തോ അല്ലെങ്കിൽ കാർത്തിക് സുബ്ബരാജ് ഡയറക്ഷൻ നിർത്തോ? ഇല്ല, ഞാൻ 200 രൂപ കൊടുത്ത് ഞാൻ പടത്തിന് പോയി. എനിക്ക് ആ പടം വർക്കായില്ല, അതൊരു പൊട്ടപ്പടോ ചീത്തപ്പടോ അത് എൻ്റെ അവകാശമാണ്. എനിക്കത് പൊട്ടപ്പടമാണെന്ന് പറയാൻ ഇപ്പം എന്താ റൈറ്റ്സ് ഇല്ല. ഞാൻ എൻ്റെ കാശ് കൊടുത്താണ്, ആരും എനിക്ക് മറ്റേ ഫ്രീ ആയിട്ട് തന്ന കാശൊന്നുമില്ല. ഞാൻ വർക്കിന് പോയി, എനിക്ക് കിട്ടുന്ന ഡെയിലി സാലറിയിൽ നിന്ന് 2 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ പോയി. ഇതേപോലെ തന്നെയാണല്ലോ കാർത്തിക് സുബ്ബരാജിൻ്റെ റീസെൻ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു മഹാൻ എന്ന് പറയുന്നത്. ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് ആയാലും എല്ലാ രീതിയിലും ഭയങ്കര വൺ ഓഫ് ദ ബെസ്റ്റ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. അവൻ്റെ മോൻ ഇതിന് മുന്നേ വേറെ ഏതോ ഒരു ഡബ്ബ് പടം ചെയ്തിട്ട് വൻ ഫ്ലോപ്പായിരുന്നു. ഞാൻ ആ ചെറുക്കനേക്ക് ഒരുമാതിരി എഴുത്തള്ളി പോലത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എന്നാൽ കാർത്തിക് സുബ്ബരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ കയ്യിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ബേസ് ആ പയ്യനെ കിട്ടിയപ്പോഴത്തേക്കും പുള്ളി മഹാനിൽ അവനെ പ്ലേസ് ചെയ്തേക്കണത് വയസ്സ് ഉണ്ടല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കണത്. ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ് ആ സിനിമയിൽ. അതൊക്കെ പ്രതീക്ഷിച്ച് സൂര്യയുടെ വൻ ഫ്ലോപ്പായിട്ടുള്ളൊരു പടം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നൊരു കംബാക്ക് എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ കാർത്തിക് സുബ്ബരാജായിട്ട് റീയൂണൈറ്റഡ് ആയപ്പോഴത്തേക്കും നല്ലൊരു പടം പ്രതീക്ഷിച്ചാണ് ഞാൻ തിയേറ്ററിൽ പോയത്. കാർത്തിക് സുബ്ബരാജിന്റെ വേറെ പടവും ഉണ്ടല്ലോ, നീ ആ മഹാൻ കണ്ടു, ശരി ഓക്കെ. ജഗമേതന്തിരം കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് ഈ പൊളിറ്റിക്സ് പറയാനായിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുമ്പോൾ നിനക്ക് ലാഗാണെന്ന് തോന്നി. എനിക്കത് ലാഗായിട്ട് തോന്നി. അങ്ങനെ ക്ലൈമാക്സ് എത്തുമ്പോൾ അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. എനിക്കത് ലാഗായിട്ട് തോന്നി, അല്ലാണ്ട് പടം ഭയങ്കര ലാഗായിട്ട് തോന്നി എന്നല്ല. അവന് ഇഷ്ടപ്പെട്ടില്ല, അവന് ലാഗായിട്ട് തോന്നി. അങ്ങനെ നീ പൊട്ടപ്പടം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പൊട്ടപ്പടം. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നീ
ഒരാളെ പ്രത്യേകിച്ച് നീ എന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നിൻ്റെ ഒരു വോയിസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അശ്വന്ത് ഗോക്കു അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇവരൊരു സിനിമ പൊട്ടപ്പെടുമെന്ന് പറയുമ്പോൾ അശ്വന്ത് ഗോക്ക് അല്ല അവനെന്താണ് അവനിവൻ പറയണ പോലെ തന്നെയല്ലേ, പൊട്ടപ്പെടുവാണെങ്കിൽ പൊട്ടപ്പെടുവണെന്നത് പറയണ്ട, അവനത് പറയാനുള്ള എന്താണ് ഒരു റൈറ്റ്സ് ഉണ്ട്, ഇവനത് പറയാനുള്ള റൈറ്റ്സ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്കായില്ല, ഞാൻ ആരടുത്തും പോയി പറഞ്ഞു നടക്കണില്ല. നീ പടം കാണാൻ പോകരുത്, കൊള്ളില്ലാത്ത പടമാണ്. ഞാൻ എല്ലാവരും വഴിയിൽ കാണുന്നവർ ആരും ഞാൻ പറഞ്ഞു നടക്കാൻ പോകില്ല. എന്നോട് ചോദിക്കുന്നത് നീ പടത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നവരോട് ഞാൻ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ വൈസ് ഞാൻ ഒരിക്കലും പടം പൊട്ടപ്പെടുന്നു, നീ പടത്തിന് പോകരുത്, ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പോണില്ല. പടം അങ്ങനെ ഉണ്ടായിരുന്നു, എന്നെ സംബന്ധിച്ച് പൊട്ടപ്പെടുന്നു ഞാൻ കണ്ടില്ല. എനിക്ക് ഒരിക്കലും ഞാൻ പോയിട്ട് പടം കാണരുത് പറയില്ല. ഇവൻ ഇങ്ങനെയല്ലല്ലോ നേരത്തെ പടം പൊട്ടപ്പടമെന്നല്ലേ ഇവൻ പൊട്ടപ്പടമെന്ന് പറഞ്ഞ ഞാൻ കാണാൻ പോകും. എന്റെ ഫ്രണ്ട് പൊട്ടപ്പടമെന്ന് പറഞ്ഞ സാധനം ഞാൻ പിന്നെ കാണാൻ പോകില്ല. മനസ്സിലാവും? അങ്ങനെയല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ. ഞാൻ ഒരു കേസ് പറയട്ടെ, എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടമായി. റെട്രോ എന്ന് പറഞ്ഞ സൂര്യയുടെ സിനിമ, അതായത് അവനെ അഭിനയിച്ചൊക്കെ സൂപ്പർ, അവർ രക്ഷയില്ല. അവന്റെ ഐക്കോണിക് ആയിട്ടുള്ള പല സീനുകളുണ്ട്. ആ ബൈക്ക് കറക്കണതും മറ്റേ എന്താണ് നീ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഷോട്ട് ശ്രദ്ധിക്കണേ, ആ 15 മിനിറ്റ്സിന്റെ ഷോട്ട്. എന്നെ സംബന്ധിച്ച് അതൊരു മാറ്റർ ഇല്ല. എടാ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരിക്കലും വണ്ടർ അടിക്കാൻ വേണ്ടി 4 ഷോട്ട് കട്ട് ചെയ്ത് കയറ്റിയോണ്ടാ, നല്ല ഫ്രെയിം എടുത്തത് കൊണ്ടാ ഒരിക്കലും ഒരു പടം നല്ല പോലെ സക്സസ് ആയി ഹിറ്റായി എന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റ് നല്ല രീതിക്ക് ബ്ലെൻഡായിട്ട് കൊണ്ടുപോകണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പം ഈ കിഷ്കിണ്ടാകാണ്ടെന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതിലുണ്ടല്ലോ. സ്റ്റോറി ഷോൾഡർ ചെയ്തിട്ട് പോകുന്ന ഒരു മൂവി എന്ന് പറയാം. വലിയ മാരകമായിട്ടുള്ള ഭയങ്കര കിഡിലും ഷോർട്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഡീസൻറ്റ് കഥ, ഡീസൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്ത് ഡീസൻ്റ് ആയിട്ട് എടുത്തേക്കണ കുറച്ച് ഫ്രെയിമിലൂടെയാണ് ആ കഥ പോകുന്നത്. അത് അത്രയുള്ള ഫിലിം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയ പടം. എനിക്ക് എനിക്ക് ആ പടം ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ്. നല്ല സ്റ്റോറി, നല്ല കിഡിലനായിട്ടാണ് അത് എടുത്തു വെച്ചേക്കണത്. അതുപോലെ നല്ല സ്റ്റോറി കിട്ടിയിട്ടോ നല്ല ഫ്രെയിം എടുത്തിട്ട് മാത്രം കാര്യമില്ല, എല്ലാം ഒരുമിച്ച് ബ്ലെൻഡ് ആവണം. അതാണ് ഒരു മൂവി എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സിനിമയെന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു 2.5 മണിക്കൂർ എന്റർടൈൻമെന്റിന് ആൾക്കാർ പോകണം. ഒന്നില്ലെങ്കിൽ ആ പടത്തിന്റെ ജേണർ അനുസരിച്ച് നല്ല രീതിക്ക് പോകണം. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് ആക്ഷൻ ത്രില്ലർ കിട്ടണം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ റിവ്യൂവിന്റെ കേസാണ്. നീ പറഞ്ഞ റിവ്യൂ അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ്. അത് പറയുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഒരു സിനിമയുടെ ഒരു നല്ല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ദിവസമാണ്. അതിനുശേഷം റിവ്യൂ എന്ന് പറഞ്ഞ ആൾക്കാർ 100 പേര് റിവ്യൂ ചെയ്തിട്ട് പിന്നെ ആ സിനിമയിൽ കാണാൻ പോകേണ്ട ആവശ്യം. കാരണം ട്വിസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ തുടരുന്ന പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതിനകത്ത് ആ ജോർജ് സാർ വില്ലനാണെന്ന് ആ കുറച്ച് നേരമെങ്കിലും ആൾക്കാർ ചിന്തിക്കാണ്ടിരിക്കേണ്ടതിലാണ് അതിൻ്റെ ഒരു മാറ്റർ. അത് ആൾക്കാർ റിവ്യൂ പറയാണ് ജോർജ് സാർ മാസമായിരുന്നു, 4ാമത്തെ ദിവസം അവർ തന്നെ പറഞ്ഞു ജോർജ് സാർ വില്ലനാണ്, ബെന്നി കഴിവെന്ന് പറഞ്ഞ് തുടങ്ങാൻ തന്നെ അതിനകത്താണ് അവർ ഇത് ചെയ്തിട്ട്. മനസ്സിലായി? അപ്പോൾ റിവ്യൂ കാണും. ഞാൻ പറയട്ടെ, നമ്മൾ സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾ സിനിമ കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയാൻ പാടുള്ളൂ. എന്നിട്ട് പറയണം എന്താ ഈ പറഞ്ഞ പോലെ നമ്മളോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോണത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊള്ളൂല എന്ന് തന്നെ പറയുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സാധനം മൈൻഡിൽ വരില്ല. കൊള്ളൂല എന്നല്ല പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കൊള്ളൂല എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ഓരോരുത്തരുടെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ട്രിവാൻഡ്രംകാർ ഒരു ലാംഗ്വേജിൽ സംസാരിക്കും, കൊല്ലംകാർ ഒരു ലാംഗ്വേജിൽ സംസാരിക്കും. അതുപോലെ ഓരോരുത്തരുടേതായ ഒരു സ്റ്റൈലായിരിക്കുള്ളൂ. ഇപ്പം അവനോട് ചിലപ്പോൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പൊട്ടപ്പടമെന്നാ അല്ലെങ്കിൽ പൊട്ട അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നീ ചെന്ന് ചോദിക്കണം പടം അങ്ങനെ അവൻ പൊട്ടപ്പടം എന്ന് പറയുള്ളൂ. അത് ഓരോരുത്തരുടേതായ ശൈലിയും അല്ലെങ്കിൽ ഓരോരുത്തരുടേതായ സ്റ്റൈലും അങ്ങനത്തെ ഇതിലേക്ക് നീ കണ്ടുപോയിക്കോ. ഇപ്പം ഒരാൾ ഒരു പൊട്ടപ്പടമെന്ന് പറഞ്ഞു. ഇപ്പം ഇൻ കേസ് ഞാൻ വേറൊരു കാര്യം പറയാം, ഈ മാർക്കോ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി. ഈ ഉണ്ണി മുകുന്ദനും ഈ മറ്റേ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞവരും തമ്മിൽ ഇടിയുണ്ട വഴക്കുണ്ട ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. എല്ലാവരും വയലൻസ് പീക്ക് ഗുഡ് മൂവി എന്ന് എല്ലാ റിവ്യൂവറും നല്ല മൂവി എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അത് നേരെ തിരിച്ചാണ് പറഞ്ഞത്. ആ പടത്തിനെ കോമാളി എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് അവനൊരു ബണ്ണൊക്കെ കടിച്ചിട്ടുണ്ടെന്ന് ചെവി അടിക്കണ സീനില്ല, അങ്ങനെയാണ് അവൻ ക്രിട്ടിസൈസ് ചെയ്തത്. ആ പടം ഓടിയില്ലേ, അവന് വലിച്ച് 9 ലക്ഷം എങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിനകത്ത് അവൻ കയറി ആ പടം കൊള്ളൂല, ഭയങ്കര അലമ്പാണ്, മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് ആ പടം ഉണ്ണി മൂന്നൻ്റെ കരിയർ ബെസ്റ്റാണ്, ഭയങ്കര ബഡ്ജറ്റ് അവർക്ക് റിട്ടേൺസ് കൊടുത്ത്
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും നല്ല പടമാണെങ്കിൽ ഉണ്ടല്ലോ മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്, അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പൊക്കോളും. അല്ലാണ്ട് ഒരാൾക്കും ഐ മീൻ പർട്ടിക്കുലറായിട്ട് ഒരാൾ പോയിട്ട് അത് പൊട്ടപ്പടമാണെന്നുള്ള രീതിയിൽ അതിനെ ക്രിറ്റിസൈസ് നോക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. നല്ല പടമാണെങ്കിൽ ആൾക്കാർ തന്നെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്. അത് ഞാൻ പറഞ്ഞതെന്ന് ഇപ്പൊ നിങ്ങളൊരു സിനിമ പോയി പറയുമ്പോ കൊള്ളൂല, അല്ലെങ്കിൽ ഇപ്പൊ പറയുമ്പോ ഇപ്പൊ നീ പറഞ്ഞു ബണ്ണ് കടിച്ച ചെവി കടിച്ചിരുന്ന സീൻ ബണ്ണ് കടിച്ചാണെന്ന്. അപ്പോൾ ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യണം, അവിടെ എന്തോ കടിച്ചതിന് എന്തോ സീൻ ഉണ്ടെന്ന് പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് പോണത്. എന്തിനാണ് ഇങ്ങനെ പറയണത്? ആ സിനിമ അവന് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഇപ്പം എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അദ്ദേഹമുണ്ട്, അങ്ങേർക്ക് സിനിമയിലുള്ള ട്വിസ്റ്റ് അറിയേണ്ട ഒരു താല്പര്യമില്ല. പുള്ളി ചേട്ടാ സിനിമ എങ്ങനെയുണ്ടെന്ന് പോലും പുള്ളി ചോദിക്കില്ല. പുള്ളി ഒരു റിവ്യൂ കാണില്ല, ആരോടും ചോദിക്കുകയുമില്ല എന്താണത് എങ്ങനെയെന്നോ ഞാൻ കണ്ടോളാം. ആൾക്കാർ ജസ്റ്റ് വല്ല കേട്ടറിവുള്ള മാത്രമേ ഉള്ളൂ. എടാ എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എടി ഇതുപോലെ റിവ്യൂവിനെ സ്നേഹിച്ച് റിവ്യൂവിനെ പറഞ്ഞു പോണ കുറേ ആൾക്കാരുണ്ട്. എന്തോ എനിക്കറിയാവുന്ന പേഴ്സണൽ ആൾക്കാരുണ്ട്. റിവ്യൂ ചില പർട്ടിക്കുലർ ആൾക്കാരുടെ റിവ്യൂ കണ്ട് റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് സിനിമ കാണാൻ പോണ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരാണ്. അതുപോലെ കുറേ ആൾക്കാർ അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. അവർക്ക് വേണ്ടിയായിരിക്കും ഇവർ ചെയ്യണത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതേപോലെ ക്രിട്ടിസൈസ് ചെയ്തതോ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് ഇട്ടതോ ഇവർക്കൊന്നും റീച്ച് കിട്ടായോ അല്ലെങ്കിൽ വേറൊന്നുമില്ല. എന്തിന് ഈ സിനിമാ ഫീൽഡിലുള്ളവർ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇവരുടെ റിവ്യൂ ഒക്കെ ആയിരിക്കുള്ളൂ. എന്തായിരിക്കുള്ളൂ ഇവർ വിലയിരുത്തുന്നത്, ഇവരെങ്ങനെയാണെന്നുള്ള രീതിയിൽ കണ്ടിട്ടൊക്കെ ആയിരിക്കുള്ളൂ ഇവർ മോസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർ ഇത് ചെയ്യണത്. ഇപ്പോൾ ഈ സിനിമയുടെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അശ്വന്ത് ഗോക്കിനെ ഇന്ന ചെയ്ത് അവൻ്റെ റിവ്യൂ ആര് കാണുന്നതായിട്ട് ഇവർ കണ്ടിട്ടല്ലേ ഇവർ അവനെ വിലയിരുത്താൻ നിൽക്കുന്നത്. ഇല്ല പേഴ്സണലി എനിക്ക് ആരും ഇഷ്ടമല്ലെന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഇപ്പം ഒരു 200 രൂപ കൊടുത്ത് സിനിമ കാണാൻ പോകുന്നവന് അവൻ്റേതായ റൈറ്റ്സ് ഉണ്ട്. പൊട്ടപ്പടമാണെന്നാ നല്ലത് പടമാണെന്നാണ് പറയണത്. ഓരോ ആൾക്കാർക്കും പർട്ടിക്കുലർ ജോണർ ആയിരിക്കും ഇഷ്ടം. ചിലവർക്ക് ആക്ഷൻ ആയിരിക്കാം, കോമഡി ആയിരിക്കാം, ത്രില്ലർ ആയിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഇപ്പോൾ ഒരു പടം പൊട്ടപ്പടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തിയേറ്ററിലും പടം ഓടാണ്ടിരിക്കുകയോ പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല. നല്ല പടമാണെങ്കിൽ അത് ഓടും, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. നല്ല പടം അവര് തന്നെ തിയേറ്റർ ആൾക്കാർ മറ്റേ ട്രെയിലർ എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് കാണാം. ഈ റിവ്യൂ അല്ല ഞാൻ ഒരു ഉദ്ദേശം ആൾക്കാർ സിനിമ കാണാൻ പോകണം. ഇവിടെ ആൾക്കാർ റിവ്യൂ പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. റിവ്യൂ പറഞ്ഞ് ട്വിസ്റ്റുകളാണ് ആൾക്കാരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. പൊട്ടപ്പടം സ്പോയിലേഴ്സ് ഇല്ല, റിവ്യൂ പറയണവര് അങ്ങനെ സ്പോയിലർ പറയണൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇന്ന് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് പറ രണ്ടാമത്തെ ദിവസം അതിനകത്ത് നായകന്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് തിയേറ്ററിൽ വരുന്നത് അല്ലേ? അപ്പൊ നായകന്റെ കാണാൻ പറ്റുന്ന ഈ കോലോടെ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ കണ്ട് റെട്രോന്റെ അതേ ഫസ്റ്റ് ജാക്കറ്റ് ഇട്ട ആൾക്കാർ വന്നിട്ട് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. എവിടെ അല്ല താനെവിടെ എടാ? അല്ലെങ്കിലും ഇപ്പോഴത്തെ റിവ്യൂവേഴ്സ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറയണത് പോലെ അങ്ങനെയല്ല കൂട്ടുകാരാ. റിവ്യൂവിന് ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സിനിമയിൽ ഒന്നും അറിയരുത്. അത് ജസ്റ്റ് അതിന് ചിലപ്പോൾ ട്രെയിലർ ഞാൻ കാണുമായിരിക്കും, എല്ലാം അല്ലാണ്ട് വേറൊരാളുടെ ഒരു ഡാഷ് കൂട്ടുകാരുടെ അങ്ങനെ പറഞ്ഞിട്ട് അതായത് റിവ്യൂ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഈ ട്രെയിലർ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് റിവ്യൂവേഴ്സ് റിവ്യൂ ഇടുന്നത്. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റോറി വായിക്കണതിന് മുന്നേ അതിന് മുന്നേ എന്തിട്ടാണ് ഇത് എഴുതിയിട്ടുണ്ടാവും, അഭിമുഖം അങ്ങനെ എന്തോ ഉണ്ടാവും ഫ്രണ്ടിൽ. ഇപ്പം ഞാൻ ചോട്ടെ, ഒരുപാട് ആൾക്കാർ പൊട്ടപ്പടം കൊള്ളൂല എന്ന് പറഞ്ഞാണ് ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് 2.5 മണിക്കൂർ ഹാപ്പി ആയിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് കുറേ സീനുകൾ ഇഷ്ടമായി, എനിക്കിഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ അതിൻ്റെ ഡെഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിഷ്ടമായി. അത് പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ ദൂരം ആൾക്കാരുണ്ട്. ഡയറക്ടർ കൊള്ളില്ല, വേറെ എക്സ്പെക്ടേഷൻസ് ഹൈയാക്കി വെച്ചിട്ട് അതിനകത്തത് വരാത്തോണ്ടാണ് അതിനോടാണ് ഞാനും പറഞ്ഞത്. എടാ ആ ഡയറക്ടർ പടം ഇറങ്ങണതിന് മുന്നേ മോഹൻലാൽ കംബാക്ക് മറ്റേത് മറിച്ചെന്നുള്ള ഹൈ ആ പടത്തിന്റെ മുന്നേ പുള്ളി ഒരു ചെറിയ ക്ലിപ്പിങ്സ് ഇട്ടായിരുന്നു. നിങ്ങൾ ആരും നിരാശരാവില്ല, നെഞ്ചും വിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയവരാണ്. ഈ ജാതി പീക്ക് ലെവൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളി എന്ത് കാണിക്കും, ഒരു ദൃശ്യവിസ്മയം കിട്ടും പുള്ളിനെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ, അത് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരാളെ പുള്ളിക്ക് ഡയറക്ഷനിൽ കിട്ടി പുള്ളിനെ സ്ക്രീനിൽ കാണിക്കാൻ പോകണം. അപ്പോൾ ഇയാൾ ഇങ്ങനെ തള്ളുമ്പോഴത്തേക്ക് എല്ലാവരും ഹൈ എൻഡ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലറാണ് ഒടിയൻ്റെ ട്രെയിലർ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടിട്ട് ആ ട്രെയിലറിനകത്തുള്ളത് മാത്രമുള്ള ബെസ്റ്റ് സീൻസ്.
വേറെ ആ പടത്തിനകത്തൊന്നും എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല. ട്രെയിലർ കാണിക്കുന്നത് ബെസ്റ്റ് സീൻസ് കാണിക്കാൻ വേണ്ടി. അതിനകത്ത് ആ സിനിമയിലുള്ള ബെസ്റ്റ് സീൻസ് മാത്രം ട്രെയിലർ, അത് മാത്രമേ ഉള്ളൂ. നമ്മ ട്രെയിലർ ഇപ്പൊ ട്രെയിലർ എന്ന് വെച്ചാൽ എന്താണ്, ആൾക്കാരെ സിനിമയിലോട്ട് കയറ്റുക. അപ്പൊ ട്രെയിലറിനേലും എക്സ്പെക്ടേഷൻ ആയിരിക്കും. ട്രെയിലറിൽ ഇങ്ങനെയാണ് കാണിച്ചു വെച്ചാൽ അപ്പൊ ഇതിനുള്ളിൽ എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റിയാണ്. ഈ ബെസ്റ്റ് മൊത്തം ട്രെയിലർ കാണിച്ചു, ട്രെയിലറിലുള്ളത് മാത്രം കണ്ടാൽ മതി. പിന്നെ 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയിരിക്കുന്നതിനാണ് നമുക്ക് ആ ട്രെയിലർ മാത്രം കണ്ടാൽ പോലെ. അങ്ങനെയല്ല കൂട്ടുകാരാ. ഇപ്പോൾ എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ്സ് ആണ് എനിക്കിഷ്ടം. ഞാൻ വേറെ എക്സാമ്പിൾ പറയണ്ട. എനിക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡ് പറ്റും. ഞാനൊരു കടയിൽ കയറി ഒരു ഫുഡ് നോർമൽ ഒരു ബിരിയാണി എന്തെങ്കിലും കഴിച്ചു വെച്ചു, അത് നല്ല എരിവുള്ള ബിരിയാണിയാണ് എനിക്ക് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടം. മനസ്സിലായി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ബിരിയാണി അടിപൊളിയാണെന്ന് പറഞ്ഞ് ഞാൻ വന്ന് പറയണം നിന്നോട്. നിനക്ക് പക്ഷേ കുറച്ച് എരിവില്ലാത്ത മസാല ഒന്നും ഇല്ലാത്ത നോർമൽ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടം. നീ വന്നിട്ട് കഴിച്ചിട്ട് പൊട്ടേന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇതെന്നെ സിനിമയിൽ നടക്കുന്നത്. നിന്റെ ടേസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നത്, പക്ഷെ എൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ശരി, ഈ പറഞ്ഞതുപോലെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ തനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരെ, നല്ലതാണ് സിനിമ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ല, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. ചീത്ത സിനിമയാണെങ്കിൽ ചീത്തയാണെന്നല്ല, എനിക്ക് ഇഷ്ടമായില്ല അങ്ങനെ പറയണം. നല്ല സിനിമയാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിൽ നിനക്ക് നല്ല സിനിമയായിട്ട് ഫീൽ ചെയ്താൽ നിന്നോട് ചോദിക്കട്ടെ സിനിമ അങ്ങനെ ഉണ്ടായി, എനിക്കിഷ്ടായിരുന്നു അത്ര പറഞ്ഞാൽ മതി. നല്ല സിനിമയാണെന്ന് പറയണ്ട, നല്ല സിനിമയാണെന്ന് പറയണ്ട. നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെന്ന് പറയണം, അത്രേ ഉള്ളൂ. ചീത്ത സിനിമയാണെങ്കിൽ ചീത്ത സിനിമയാണെന്ന് അപ്പൊ പറഞ്ഞാൽ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. സോറി മൈ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നല്ല സിനിമയാണെന്ന് നിനക്ക് ഫീൽ ചെയ്താ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അതേ പറയാൻ പാടുള്ളൂ. അല്ലാതെ സിനിമ നല്ലതാണോ ചീത്തയാണോ നമ്മൾ പറയണ്ടെന്നാണ് പറയണത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് ലവും അല്ലെങ്കിൽ ആക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് പീക്ക് ലവ് അല്ലെങ്കിൽ പീക്ക് ആക്ഷൻ മൂവീസ്. എനിക്ക് എക്സ്ട്രാ ഹൊറർ ആയിട്ടുള്ളത്. അല്ലാണ്ട് കോമഡി പടങ്ങളിലൊന്നും മെയിൻ ആയിട്ട് എനിക്ക് അത്ര വലിയ താല്പര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഓരോരുത്തരുടേതായ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ അവര് അതിനനുസരിച്ചുള്ള പടങ്ങളിൽ കയറണം. ഇപ്പൊ നിനക്ക് ആക്ഷൻ ഇഷ്ടമല്ല, കോമഡിയാണ് ഇഷ്ടം, നീ അങ്ങനത്തെ പടങ്ങളിൽ കയറണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിന്റെ മെയിൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ കോമഡി ഇഷ്ടമുള്ള നീ പോയിട്ട് ഒരു ത്രില്ലറിൽ പോയി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഒരു സ്ലോ പേസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ, ഇങ്ങനത്തെ പടങ്ങളിൽ നീ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കണക്ട് ആവണമെന്നില്ല. നീ അങ്ങനത്തെ ഒരു കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചു പോകുന്ന പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കോമഡി പടത്തിന് നീ കയറണം, അതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ റിവ്യൂ, അതായത് നിന്നെ പോലുള്ള ഒരു പൊട്ടപ്പടം എന്ന് പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് അതിനത് കാണാനുള്ള ഇത് പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എനിക്ക് ആ തിയേറ്ററിലേക്ക് പോകാനേ തോന്നില്ല. അതായത് നമ്മുടെ വോയിസ് ആരെങ്കിലും ഒരാളെ 1-2 ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും ഉറപ്പായിട്ടും. ഇപ്പോൾ റെട്രോൻ്റെ കേസിൽ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വരല, ഏതൊരു തമിഴൻ എന്നെ പണി വെച്ചിருக்கு അന്ത ആള് തുടക്കം പോലെ അവസാനം വരെ കത്തിയിട്ടിருக்கு. ആ സിനിമയിൽ സൂര്യ ഒച്ചപ്പാടത്തുണ്ടിരിക്കുന്ന ഒരു സീൻ പോലും ഞാൻ കണ്ടില്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരട്ടെ. അതൊക്കെ പേഴ്സണലി ഓരോരുത്തരുടെ ഇതാണ്. അയാൾക്ക് കണ്ടിട്ട് ആ സിനിമ അങ്ങനെ തോന്നിയെങ്കിൽ അയാളുടെ ഇതായിട്ട് വിടുക. ഇപ്പൊ നീ ഒരു സിനിമനെ ഇഷ്ടപ്പെടുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ മോഹി എന്നുള്ള രീതിയിലാണെങ്കിൽ നീ ആരെയും ചെവി കൊടുക്കാണ്ടിരിക്കുക. നീ പറഞ്ഞ പോലത്തെ ഒരു കാറ്റഗറൈസേഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ പൊട്ടപ്പടം എന്ന് പറഞ്ഞുകൊണ്ട് നീ തിയേറ്ററിലോട്ട് പോകില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷൻ ആണ് നീ എങ്കിൽ നീ ഒരിക്കലും റിവ്യൂവിനെ അല്ലെങ്കിൽ ആൾക്കാരുടെ വാക്കിനെ കേൾക്കാണ്ടിരിക്കുക. നീ പോയി സിനിമ കാണുക. നീ സിനിമേനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ ആരെയും വാക്ക് കേൾക്കാണ്ടിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കും നിൻ്റെ ടേസ്റ്റ്. നീ പറഞ്ഞ് നിനക്ക് കോമഡി മൂവീസിനോടാണ് താല്പര്യം. എനിക്കങ്ങനെയല്ല. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം അഭിനയിച്ചാൽ മതി, നല്ലൊരു ഫ്രെയിം, നല്ലൊരു വിഷ്വലിങ് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരണം. ഒരു കഥനെ ഷോൾഡർ ചെയ്തിട്ട് പോണ ഒരു വിഷ്വലായിരിക്കണം, എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ വേണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. എനിക്ക് കോമഡി വേണം, ഇന്നത് വേണമെന്നൊന്നുമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ മതി. ഒരു കഥേനെയും വിഷ്വലിനെയും ബ്ലെൻഡ് ആയിട്ട് കൊണ്ടുപോകണം, നല്ലൊരു സ്റ്റോറി ബേസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു ഇതിൽ ഞാൻ സൂര്യയുടെ പടത്തിന് കങ്കുവ എന്നുള്ളൊരു പടം വൻ പരാജയമായിരുന്നു എന്നെ സംബന്ധിച്ച്. ആ പടം കഴിഞ്ഞിട്ട് സൂര്യയുടെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ കാർത്തിക് സുബ്രാജിൻ്റെ ഒക്കെ കുറേ പടത്തിൻ്റെ ആരാധകരാണ് ഞാൻ. പേട്ട, മഹാൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ലെജൻഡറി ഡയറക്ടറിൻ്റെ അടുത്ത് സൂര്യനെ കിട്ടുമ്പോഴത്തേക്കും സൂര്യയുടെ പൊട്ടൻഷ്യലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഞങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് കിട്ടാണ്ട് വരുമ്പോൾ പൊട്ടപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ല. ഇത് പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാണെന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഈ പടം കണ്ടിട്ട് കുറേ പേര് ഞാൻ മനസ്സിലാക്കിക്കണം, ഞാൻ കണ്ട റീൽസിനകത്ത് എല്ലാത്തിനായാലും കുറേ ആൾക്കാർ പൊട്ടപ്പടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പറയട്ടെ, എന്താണ് ഓക്കെ, ഞാൻ കേസ് പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ റിവ്യൂ, ഒരു തമിഴൻ അയാൾ പറയുകയാണ് സൂര്യ തുടക്കം മുതൽ അവസാനം വരെ കത്തിക്കൊണ്ടിരിക്കുക, അതായത് ഒച്ചപ്പാടത്തോണ്ടിരിക്കുന്നത്, കത്തിയിട്ട് തീർക്കുക എന്ന് പറയും. ആ സിനിമയിൽ ശരിക്കും അങ്ങനെ ഒരു സീനുണ്ടോ?
സൂര്യ ഒച്ചപ്പാടുത്തുണ്ട്, അവൻ നന്നായിട്ട് അഭിനയിച്ചു. നീ പറഞ്ഞു സൂര്യയുടെ എക്സ്പെക്ടേഷൻ രണ്ടാമത് കങ്കുവ കഴിഞ്ഞിട്ട് രണ്ടാമത് റീ എൻട്രി ആണ്, അപ്പോൾ നീ എക്സ്പെക്ട് ചെയ്ത് പോയി. ആ എക്സ്പെക്ടേഷനുള്ള മുതൽ ആ സിനിമയിലുണ്ടായിരുന്നു, ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. അതിൻ്റെ എൻട്രി സോങ്സ് ഉണ്ട്, അതായത് അവൻ്റെ കണ്ണ് കാണിച്ച് തുടങ്ങുന്നത് മുതൽ ലാസ്റ്റത്തെ ക്ലൈമാക്സ് സൂര്യയുടെ അഭിനയത്തിന് 0, ഞാൻ പറയുകയാണെങ്കിൽ 0 കുറ്റം പറയാനുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയാം. അതൊക്കെ ഞാൻ സമ്മതിച്ച്. ചേട്ടാ സൂര്യ പെർഫോം ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പൊട്ടപ്പടാന്ന് ഉദ്ദേശിക്കണല്ല, ഇപ്പൊ ഡയറക്ഷൻ കൊള്ളൂലെന്നാ പടത്ത് ഇങ്ങനെയല്ല ഉദ്ദേശിക്കണത്. നമ്മൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആസ്പെക്റ്റും കറക്റ്റ് ആയിട്ട് വരണം. ഞാൻ പറഞ്ഞല്ല, ഒരു വിഷ്വൽ ആയാലും ക്വാളിറ്റി വിഷ്വലി, ഐ മീൻ പടത്തിലുണ്ടല്ല എല്ലാ ആസ്പെക്റ്റും കണക്റ്റ് ആയിട്ട് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിപ്പോൾ സൂര്യയുടെ പടം കൊള്ളൂല ഇങ്ങനെയല്ല ഉദ്ദേശിക്കണത്. അതിപ്പോ ഒരു കഥ, അതിന് ഇപ്പൊ ഒരു ഒരാൾ നിൽക്ക്, ഞാൻ പറയട്ടെ, ഞാൻ പറയണേക്ക് അതായത് ഇപ്പൊ ഒരു നോർമൽ പേഴ്സൺ സിനിമ കാണുമ്പോ ഈ പറഞ്ഞ പോലെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണോ, ഇത് അടിപൊളിയാണോ, അത് അടിപൊളിയാണോ എന്നൊന്നും നോക്കൂല. കഥ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയം അങ്ങനെ വലിയ കാര്യമായിട്ട് കഥ നല്ലതാണെങ്കിൽ ഏറെക്കുറെ ആ ഒരു ഇതിൽ തന്നെ പോയിക്കോളും. അഭിനയം നോക്കും, എന്നാലും കഥ അല്ലാണ്ട് നീ പറയണ പോലെ വിഷ്വൽ ഗ്രാഫിക്സ് അത് കാണാനുള്ള ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ. അല്ലാതെ ഇപ്പൊ ഞാൻ ഇതെല്ലാം നമുക്ക് എല്ലാം നന്നാക്കി ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു വണ്ണിന്റെ മില്യനാണ്. 100ൽ 1 2 2 നീ പറഞ്ഞ ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഒരു സിനിമയെ സംബന്ധിച്ച് അതിനകത്ത് എല്ലാം പെർഫെക്റ്റ് ആണ്, അങ്ങനെ സംഭവമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ബാഹുബലിയിലെ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാർ ഇരിക്കുന്ന ബാഹുബലിയുടെ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ബാഹുബലിയുടെ ബാക്കിൽ മറ്റേ 3 ഉള്ളൂ, അത് വെച്ചിട്ട് 50 പേരെ ചെയ്ത് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സീനുകളുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യാനുള്ളവർ എപ്പോഴും ക്രിട്ടിസൈസിൻ്റെ രീതി. there is nothing called perfect എന്നൊരു ചൊല്ലുണ്ട്. അതായത് ഒന്നും പെർഫെക്റ്റ് ആയിട്ടില്ല. സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നീ പറഞ്ഞാണെങ്കിൽ ഒരു നല്ല സിനിമ ആവണമെങ്കിൽ എല്ലാ ഭാഗവും നന്നാവണമെന്നാണ് നീ പറയുന്നത്. അങ്ങനെ എല്ലാ ഭാഗവും നന്നാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എന്നാൽ എന്തുകൊണ്ട് ഈ തുടരെ ലാലേട്ടൻ്റെ എന്തോരം പടങ്ങൾ പൊട്ടി? നീ പറയുന്നതനുസരിച്ചാണെങ്കിൽ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല. നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, എന്തോരം പടങ്ങൾ തുരു വരിവരിയായിട്ട് പൊട്ടി. എന്നിട്ട് നീ പറയട്ടെ, റീസെൻ്റ്ലി ഇപ്പം അടിച്ചേക്കണത് തുടരും എന്ന് പറഞ്ഞ ഈ പടം 1 ഹിറ്റായി. ഞാനൊരു പേഴ്സണലി ലാലേട്ടൻ്റെ ഫാനാണ്. പുലിമുരുകൻ എന്നുള്ളൊരു പടം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു പടം എനിക്ക് പിന്നെ പുള്ളിയുടെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പടം ഞാനത് ഭയങ്കര വണ്ടറടിച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടറടിച്ചിരുന്നാണ് ഞാൻ തിയേറ്ററിൽ തുടരാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നീ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വരിവരായിട്ട് എന്തോരം പടം ലാലേട്ടൻ്റെ പൊട്ടി? നീ പറയുന്ന പോലെയാണെങ്കിൽ എല്ലാ ആസ്പെക്റ്റും വരണമെന്നില്ല. തുടരും സിനിമയിൽ ഇത്രയും നോർമൽ സബ്ജക്റ്റാണ്, ഐ മീൻ ഭയങ്കര വലിയ സബ്ജക്റ്റോ കാര്യങ്ങളൊന്നുമില്ല, നോർമൽ സബ്ജക്റ്റാണ്. അത് ആ ഡയറക്ടർ എടുത്തു വെച്ചേക്കുന്ന രീതി, ആ കഥ പറഞ്ഞേക്കുന്ന രീതി, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ലാലേട്ടൻ്റെ അഭിനയം, മോസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ലാലേട്ടൻ്റെ അഭിനയം. ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോഴാണ് ആ പടം ഇത്രയും വണ്ടറായത്, ഇത്രയും സക്സസ് ആയത്. ലാലേട്ടൻ്റെ പടം കുറേ തുടരെ പൊട്ടിയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര മോശമായി എന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയാണ് സിനിമ പൊട്ടുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക. ലാലേട്ടൻ അല്ലെങ്കിൽ ഒരു ആക്ടറിനെ നമ്മൾ പല ആസ്പെക്റ്റിൽ കണ്ടു കഴിഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ലാലേട്ടൻ്റെ ദേഷ്യത്തിൻ്റെ പല വേർഷൻ പല സിനിമകളിൽ കണ്ടു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഒരാളെ എങ്ങനെ അഭിനയിക്കും, എങ്ങനെ ചെയ്യും എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യമുണ്ട് നമുക്ക്. നമ്മളിത് എക്സ്പെക്ട് ചെയ്തതാണ് ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ഒരു റിവെഞ്ച് മൂവിയാന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ട് പോയിട്ട് വരുമ്പോൾ ആളുടെ രീതിയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ നേരത്തെ മറ്റേ സിനിമയിലുള്ള അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സിനിമ, അതായത് ഈ ടോപ്പ് ലെവലുള്ള ആക്ടേഴ്സിൻ്റെ സിനിമ ഒരെണ്ണം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അത് നന്നായ മാത്രമല്ല പഴയ സിനിമേനേക്കാളും ഇപ്പോൾ ബെറ്റർ ആയിരിക്കും വേണം, എന്നാലാണ് ആൾക്കാരെ അസിസ്റ്റ് ചെയ്യുന്നത്. അത് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഒരു തവണ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെൻഡ് എല്ലാ കാലവും ഇതാവണമെന്നില്ല. ഇപ്പം ഞാൻ പറയട്ടെ, മോഹൻലാലിൻ്റെ നരസിംഹം എന്ന് പറഞ്ഞ സിനിമ ആ ടൈമിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും നരസിംഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കൊല്ലം ഒന്ന് അത് റിലീസ് ചെയ്യാൻ പറ്റുമോ, പുള്ളിയുടെ നല്ല അഭിനയം നല്ല ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയ കഥ വരുന്നു, ഫീൽഡ് ഔട്ട് ആവുന്നില്ല. ഇപ്പോഴും പുള്ളിക്കാരൻ ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പം ഈ ഫീൽഡിലുള്ളവരോട് പിടിച്ചു നിൽക്കാന്നുള്ള രീതിയിൽ നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ നല്ല ഇത് വന്നെ. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ എക്സ്പെക്ടേഷനാണ് സിനിമയെ നശിപ്പിക്കണം. ശരിക്കും പറഞ്ഞത് സിനിമ എല്ലാ കാലത്തും നല്ലതാണ്, എപ്പോഴും എടുക്കുന്ന അവരുടേതായ രീതിയിലാണ്. ഇപ്പം ഞാൻ പറയട്ടെ, മലയാള സിനിമയിൽ ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ മലയാള സിനിമയിൽ മാത്രമാണ് ഇപ്പോഴും മെയിൻ ആക്ട്രേഴ്സിനെ വെച്ച് 60 വയസ്സുള്ള ആൾ 30 വയസ്സിൽ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ മാത്രമാണ് വേറെ പുതിയ ആൾക്കാർക്ക് അഭിനയം കൊടുക്കാത്തത്, ചാൻസ് കൊടുക്കാത്തത്. ബാക്കി വേൾഡിലുള്ള എല്ലാ കൺട്രീസിലും പുതിയ ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് പുതിയ സാധനം ട്രൈ ചെയ്യാനായിട്ട് പേടിയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ,
നീ വേണി പഴയ സിനിമകൾ നോക്കുക. ഇപ്പം പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, സേതു മാധവൻ, ആട് തോമ, പിന്നെ അതുപോലെ വേറെ ഏതോ ക്യാരക്ടർ എല്ലാം സെയിം ആവുക. ഇപ്പം രാവണപ്രഭുവും വേറെ അതുപോലെ തന്നെ അതേ സെയിം സ്റ്റൈലിൽ പോണ വേറെ സിനിമ കൂടെ ഉണ്ട്. മനസ്സിലായി? അതായത് അത് തന്നെ എക്സ്പെക്ട് ചെയ്ത് പോണത്. എത്രയോ സിനിമ, എല്ലാ സിനിമയിലും മറ്റേ ഇപ്പം ഞാനൊരു മലയാള സിനിമയിൽ ട്രെൻഡ് പറയാം. പണ്ടത്തെ ഒരു ട്രെൻഡാണ്, ഹാഫ് ടൈം വരെ നായകൻ അടിയുള്ളൂ, ഹാഫ് ടൈം കഴിഞ്ഞിട്ട് നായകൻ കയറി വരുന്നു. ഈ ട്രെൻഡ് ഫാക്ടറാണ് പണ്ട് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? എടാ എന്നാ അതേ ട്രെൻഡ് ഇപ്പോൾ ഫോളോ ചെയ്ത് ആൾക്കാർ മാറി. എടാ കണ്ടത് തന്നെ തന്നെയും പിന്നെയും കണ്ട ആവർത്തനം വിരസിതോ. ഇപ്പോഴത്തെ സിനിമകളുടെ പേരുകൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പേരുകൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റില്ല. എല്ലാം ആവർത്തന വിരസിതമായി തുടങ്ങി. പക്ഷെ ഇപ്പോഴും ആൾക്കാർ ഫ്രഷ്നെസ്സിനാണ് ഇത് ചെയ്യണത്. കണ്ടത് തന്നെ തന്നെയും പിന്നെയും കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ വേറൊരു എക്സാമ്പിൾ സഹിതം പറയാം. ഒരു വർഷത്തിൽ എടുത്ത സിനിമകൾ, മേജർ സിനിമകൾ മൊത്തം ഹിറ്റായ ഒരു ജനപ്രിയ നായകനായിരുന്നു ദിലീപ് എന്ന് പറയുന്ന ഒരാൾ. പുള്ളി ഇപ്പോഴും പഴയ പാറ്റേണൊക്കെ തന്നെയാണ്. ഞാൻ ഭയങ്കര ദിലീപ് ഫാനാണ്. പുള്ളിയുടെ പല സിനിമകളും ഇപ്പോഴും CID മ്യൂസിക് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ പുള്ളി ഇപ്പോഴും പാറ്റേൺ മാറ്റാണ്ട് ഒരേ രീതിയിൽ തന്നെയും പിന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഇപ്പോഴത്തെ സിനിമകൾ. പക്ഷെ ആൾക്കാർ ഇപ്പോൾ പുള്ളിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാത്തതല്ല. പുള്ളി ഇപ്പോഴത്തെ ന്യൂജൻ ഇപ്പോഴത്തെ പ്രസൻറ്റിലോട്ട് പുള്ളി ഇറങ്ങി വന്നിട്ടില്ല. പഴയ സിനിമകൾ പുള്ളിയുടേതായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് തന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ എല്ലാ പടം എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സർക്കിൾ പൊട്ടി. പഴയ കുറേ ആൾക്കാർ ലെജൻഡറി ആയിട്ടുള്ള പുള്ളിയുടെ കൂടെ അഭിനയിച്ചവരിപ്പില്ല. അതൊക്കെ കുറേ പുള്ളിയുടെ ഒരു ഭാഗ്യക്കേട് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ പുള്ളിയുടെ സർക്കിൾ കാര്യങ്ങളില്ലാത്ത. പക്ഷേ പുള്ളി അതേ പാറ്റേൺ ഇപ്പോൾ പിടിച്ചിട്ടാണ് പുള്ളി ഇപ്പം നിലവിലിരുന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പൊസിഷനിലൊക്കെ പുള്ളി മാറിയ സമയത്തൊക്കെ കുറേ ആൾക്കാർ വന്നും കഴിഞ്ഞു. പുള്ളി വീണ്ടും പഴയ പാറ്റേൺ ഇട്ട് തന്നെ പയറ്റിയിട്ട് ഒരു കാര്യമില്ല. പഴയ ഈ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ എങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാം അങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യണമെന്നുള്ള ആൾക്കാരാണ്. മനസ്സിലായി? ഇപ്പോൾ ദിലീപിൻ്റെ ചില സാധനങ്ങളൊക്കെ പുതിയതായിരിക്കാം. മനസ്സിലായി? അവൻ്റെ അഭിനയം ഒരിക്കലും ദിലീപ് അഭിനയം മോശമായി പോയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, നീ പറഞ്ഞ ശരിയാണ്, ആവർത്തനം ദിലീപിൻ്റെ സിനിമയിൽ പുതിയതൊക്കെ ഉണ്ട്, ഞാൻ അവിടെ കാണാൻ ഇത്രയും ചെയ്യാറില്ല. ഇപ്പം ഞാനൊരു കേസ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിനിമ അല്ലെങ്കിൽ എന്തായാലും ആരെങ്കിലും ഇപ്പോൾ പല ആൾക്കാരും പല ഡയറക്ടേഴ്സും ഈ റിവ്യൂവേഴ്സിൻ്റെ അടിയിൽ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ഈ റിവ്യൂവേഴ്സിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ, എടാ ആദ്യം നീയൊക്കെ ഒരു റീൽസ് എങ്കിലും ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ അത് നിങ്ങൾ മേക്ക് ചെയ്തു, അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാടല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തായാലും ഇതിപ്പോൾ ഒരു ഓൺലൈനിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ പോലും ഇപ്പം നമ്മ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മ ഒരു ചെറിയ വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിൽ ആൾക്കാർക്ക് കമൻറ്റ് ഇടാം. അത് ഫ്രീ. നമ്മിപ്പോൾ ആൾക്കാരിലോട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു സിനിമ നീ എടുത്ത് നീ തന്നെ കണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ ഒപ്പീനിയൻ വൈസാണ് സിനിമ ഹിറ്റായ അല്ലേ എന്ന് പറയുന്നത്. മൾട്ടിപ്പിളായിട്ട് ഇപ്പോൾ രണ്ട് തരത്തിൽ തിരിഞ്ഞിരുന്നൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പം അതിലൊന്നും നീ ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എന്തായാലും അവരുടേതായ രീതിയിൽ നിനക്ക് ഓരോ ക്രിട്ടിസൈസേഷനും കാര്യങ്ങളും കിട്ടും. അത് അതിൻ്റെ ഒരു ഫാക്റ്റാണ്. ലോകത്തിലെല്ലാവരും നന്നാകണമെന്ന് ഞാൻ പറയില്ല. എന്നാലും കുറച്ചുള്ള ആൾക്കാരെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിച്ചവരെങ്കിലും പറയാം, അത് സിനിമ കൊള്ളൂലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ അത് മനസ്സിലാക്കുക. സിനിമ കൊള്ളൂലെന്നല്ല പറയേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അതെങ്ങനെ ശരിയാവും? ഇവന് ഇവൻ്റെതായ റൈറ്റ്സ് ഇല്ല. ഇവനത് പറയാ. ഇവന് ഇപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അതിനെന്താ കുഴപ്പം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ബാഡ് എന്ന് പറയുമ്പോ അത് ബാഡാണെങ്കിൽ ഒരാൾ അത്രയും കാണാണ്ടിരിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ? അതെങ്ങനെ നല്ലതല്ലാന്നാവണേ? നല്ലതാണ്. നിങ്ങൾ നോക്കാം, ഡയറക്ടറും ആക്ടറും മാത്രമല്ല സിനിമയിലുള്ളത്. ഇതിന്റെ ബാക്കിൽ ആ തിയേറ്ററിന്റെ നിൽക്കുന്ന വർക്കേഴ്സ്, ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇതിന്റെ അകത്ത് ആഡിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, അതിന്റെ പ്രൊഡക്ഷൻ ഫാമിലി, അല്ലെങ്കിൽ അവിടെ ഫുഡ് കൊടുത്ത ആൾക്കാർ, അതുപോലെ തന്നെ തുല്യ അവകാശമാണ് ഒരാൾ കണ്ട് ഇറങ്ങണത്. ഇവൻ നേരത്തെ പറഞ്ഞതുപോലെ 10-200 രൂപ അവനവിടെ മുടക്കുന്നുണ്ടെങ്കിൽ അതിന് പറയാനുള്ള വോയിസ് അവനുണ്ട്. ഇപ്പൊ നീ തന്നെ പറഞ്ഞു, ലാലേട്ടൻ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത പടം നന്നാക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിട്ടെ, പക്ഷെ അങ്ങനെയല്ല പ്രൊഡ്യൂസർ വെച്ച് നോക്കുമ്പോൾ. ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉളപ്പടമാണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഈ സമൂഹത്തിന് ദ്രോഹമില്ലാത്ത ഏത് സിനിമയും അത്ര ക്രിട്ടിസൈസ് ചെയ്യരുത് നിങ്ങൾ. അതിനകത്ത് ചെയ്യരുതെന്ന് പറയാൻ കാരണം വെച്ചാൽ, ഒരു പ്രൊഡ്യൂസർ ചിലപ്പോൾ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിട്ടാണ് ഞാൻ വീഡിയോ സിനിമ പിടിച്ചത്, എന്നിട്ട് അത് തിയേറ്ററിൽ ഓടിയിൽ എൻ്റെ കുടുംബം പോയി. അപ്പം അയാളുടെ ലൈഫേ ഞങ്ങൾ മാറുകയാണ്. നമുക്ക് അങ്ങനെ നോക്കിയാണെങ്കിൽ അപ്പോൾ സിനിമ ഞാൻ പറയട്ടെ, അങ്ങനെ നോക്കി എങ്ങനെയാണ് ഇത് ചെയ്യണത്? പാഷൻ്റെ പുറകെ പോണവർ കാശ് നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം എന്തായാലും അതോട്ട് ഇറങ്ങി തിരിച്ച് എൻ്റെ ഇത്രയും കാശുള്ളൂ ഈ പടം ഹിറ്റ് ആവണമെന്നുകൊണ്ട് ഒരു പടം ഇറക്കാൻ പറ്റുമോ? എൻ്റെ ഇത്രയും കാശുള്ളൂ, ജനങ്ങളെല്ലാവരും കയറണം, നിങ്ങൾ ഹിറ്റ് ആവണം, അങ്ങനെ പറഞ്ഞു പ്രൊഡ്യൂസറിനുള്ള കടം നോക്കിയിട്ട് ഈ പടം സൂപ്പർ ആണെന്ന് താൻ പറയും. ഒരു ശോകം പടം കണ്ടു കഴിഞ്ഞാൽ
അതെ അതവൻ പറഞ്ഞത് ഭയങ്കര വലിയ കാര്യം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എടാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, പണം കൊള്ളൂല എന്ന് പറയണത് ഓക്കേ, ഓക്കേ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണത് തമ്മിൽ എന്താണ് വ്യത്യാസം? എടാ, ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ 200 രൂപ കൊടുത്ത് എനിക്കിപ്പോൾ ഒരു ദിവസം 900 രൂപ ശമ്പളം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഇതൊക്കെ മാറ്റി വെച്ച് ലൈഫിൽ തിരിച്ചു കിട്ടാത്ത ഏറ്റവും വലിയ സാധനമാണ് സമയം എന്നുള്ളത്. ഞാൻ എൻ്റെ 2.5 മണിക്കൂർ ടൈം കളഞ്ഞാണ് ഞാൻ ഓരോ സിനിമയ്ക്ക് പോകുന്നത്. ഞാൻ 200 ഇൻവെസ്റ്റ് ചെയ്ത് 2.5 മണിക്കൂർ സിനിമയ്ക്ക് പോയി കണ്ട് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പൊട്ടപ്പടമാണെങ്കിൽ പൊട്ടപ്പടം എന്ന് പറയുന്നത് അതെൻ്റെ റൈറ്റ്സ് ആണ്. ഞാൻ കാശ് കൊടുത്തിട്ടല്ലേ, എനിക്ക് അതിൻ്റെ ഡയറക്ടറാ അല്ലെങ്കിൽ നിർമ്മാതാവ് സിനിമയുടെ ഒരാളും എനിക്ക് കാശ് കൊണ്ടുവന്നിട്ടല്ല ഞാൻ അതിനകത്ത് പോയി കാണുന്നത്. എൻ്റെ കാശ് കൊടുത്ത് ഞാൻ ഇതിന് പോണ്. അപ്പം അത് പൊട്ടപ്പടം എൻ്റെ റൈറ്റ്സ് ആണ്. ഞാൻ ആരോടും പോയി പറഞ്ഞ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല. ഈ പടം കാണണം കാണണ്ടെന്ന് ഒന്നും ഞാൻ പറയണില്ല. ഇൻഫ്ലുവൻസ് നീ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇൻഫ്ലുവൻസ്. മനസ്സിലായോ? നീ അറിഞ്ഞോ അറിയാതെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എടാ ഷെബി, അല്ലെങ്കിൽ നിന്റെ ഏജുള്ള ആൾക്കാർ ഒരു 3-4 പേര് നിന്നെ അറിയാവുന്ന ആൾക്കാരെന്ന് ചോദിച്ചു. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഏരിയയിലുള്ള എറണാകുളത്തുള്ള ഒരു 3-4 ആൾക്കാർ നിന്നറിയാവുന്ന ആൾക്കാർ നീ പറയാം പൊട്ടപ്പടം ഒരു രക്ഷയില്ല കാണാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇവര് കാണാൻ പോകണമെന്നൊന്ന് ചിന്തിക്കും. എമ്പുരാൻ സിനിമ ചിന്തിക്കണത് നല്ല കാര്യമല്ലേ? ചിന്തിക്കുന്നത് നല്ല എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഒരു പടം അത്ര മോശമാണെങ്കിൽ കൂട്ടുകാരന്റെ വാക്ക് കേട്ട് പോവാൻ ഇല്ല എങ്കിൽ ആ പടം അതിനുള്ളത് ഇല്ലെങ്കിൽ പിന്നെ എന്തിനത് കാണുന്നു? അത് നല്ല കാര്യമല്ലേ പറയണത്? അത് കറക്റ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ടേസ്റ്റുള്ള 2 പേരുണ്ടാവും, അവരെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പൊട്ടപ്പടമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ വർത്തമാനത്തിൽ അതിപ്പോൾ അവർ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ചിലപ്പോൾ ഇങ്ങനത്തെ ജോണർ ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെടാത്ത എന്തോരം ആൾക്കാരുണ്ടാവും. ഞാൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനതേ പറഞ്ഞുള്ളൂ. എൻ്റെ 200 കൊണ്ട് ഞാൻ കണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പൊട്ടപ്പടമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാനും അതാ പറയണത്. അത് ബാഡ് ആണെങ്കിൽ അത് ബാഡാണെന്ന് പറയാനുള്ള ഫ്രീഡം ഇവനില്ലേ? ബാഡാണെന്ന് പറഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏജിലുള്ള ഒരു 5-6 പേര് കാണാൻ പോകില്ല. ഇപ്പോൾ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എനിക്ക് തോന്നുന്നു കുറേ BJP പ്രവർത്തകർ കുറേ ആൾക്കാർ കാണാൻ പോയില്ല. എന്തുകൊണ്ട് കാണാൻ പോയില്ലെങ്കിൽ എന്താ തെറ്റ്? ഇവൻ ഈ പറഞ്ഞതുപോലെ ഇവൻ പണിയെടുത്ത് ഉണ്ടാക്കണ കാശ് ഒരു നല്ലതല്ലാത്തൊരു സിനിമക്ക് വേണ്ടിയിട്ട് ഇവൻ ഉണ്ടാക്കിയ കാശ് ഇവൻ കൊണ്ടുപോയി പ്രൊഡ്യൂസറിന് കൊടുക്കണ എന്തിനാണ്? അല്ലെന്ന് ഞാനൊരു എക്സാമ്പിൾ അടക്കം പറയാം. എമ്പുരാൻ സിനിമയിലെ കുറേ വിഷ്വൽസ് അതിനകത്ത് പണ്ട് നടന്ന കാര്യമാണ്. പലരും ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ റീക്രിയേറ്റ് ചെയ്തു, വീഡിയോ എടുത്തു, അതവർ സിനിമയായിട്ട് ഇത് ചെയ്തു. അതിനകത്ത് കുറേ ആൾക്കാർ ഇത് ക്യാമ്പയിൻ പോലെ ബോയ്ക്കോട്ട് എമ്പുരാൻ എന്നുള്ള രീതിയിൽ കുറേ ക്യാമ്പയിനൊക്കെ ആയിട്ട് പല ആൾക്കാരും കാണാൻ പോയില്ല. ഇങ്ങനെ കാണാൻ പോകാണ്ടിരുന്നതുകൊണ്ട് ചിലപ്പോൾ ചില വീട്ടുകാർക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇവർ BJP ആയി പോയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ പ്രവർത്തകരായി പോയതുകൊണ്ട് ഇവർ കാണണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ചില വീഡിയോസ് ആ സിനിമകളിൽ. എന്താണ് ശരിക്കും കറക്ഷൻ അതിനകത്ത് ഞാൻ വേറെ വരെ പറയട്ടെ. ശരി, എമ്പുരാൻ രാഷ്ട്രീയം BJP കലർന്ന് പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ ഹിറ്റായാലും അത് ഓക്കെ, എല്ലാം ഓക്കെ, വാട്ട് എവർ. ഈ മലയാളികൾ പുറത്തെ കാര്യങ്ങളല്ല അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് ഓഫ് കളക്ഷൻ അടിച്ച പടമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എമ്പുരാൻ എന്തോ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അത്യാവശ്യം ഇതടിച്ച്. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, പണത്തെ ബെസ്റ്റ് പടമായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനും കാര്യങ്ങളും പുള്ളിക്ക് ഭയങ്കര അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. ഈ ലൂസിഫറിലും പറയുന്നുണ്ട് രാഷ്ട്രീയം, പക്ഷേ രാഷ്ട്രീയം പറയുന്നതാണെന്ന് ആയിരിക്കും ഫീൽ ചെയ്യുന്നില്ല. അതായിരുന്നു അയാളുടെ ബ്രില്യൻസ്. കൊച്ചു പിള്ളേർക്ക് വരെ ആ പടം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും, അവർക്കും റിലേറ്റ് ആവുന്ന രീതിയിൽ. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടായിരുന്നു ഈ ലൂസിഫർ സിനിമയിലും. അതല്ല, അത് സംഭവം വേറെ ഒന്നുമല്ല. ഫസ്റ്റില് പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും അതൊരു എന്റർടൈൻമെന്റ്, പകുതി എന്റർടൈൻമെന്റ് കലർന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് കൊണ്ടുപോയി അവസാനിപ്പിച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്യുവർ എന്റർടൈൻമെന്റ് മാസ് മസാല പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അബ്രാം ഖുറേഷി എന്നും പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് കൊണ്ടുപോയി അവസാനിപ്പിച്ചേക്കണം. പക്ഷേ ഇതൊന്നും ആൾക്കാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് സെക്കൻഡ് പാർട്ടിൽ വന്നേക്കണ മിസ്റ്റേക്ക്. സെക്കൻഡ് പാർട്ടിൽ പ്യുവർ എന്റർടൈൻമെന്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, പക്ക പൊളിറ്റിക്സ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ഉണ്ട്. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തതിൻ്റെ ഒരു ഇതിൽ അത് ബാഡ് എന്ന് പറയാനുള്ളൂ. അല്ലാതെ ഡയറക്ടർ കൺവേ ചെയ്യേണ്ട മെസ്സേജ് അയാൾ അത് പക്കയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ട്രീറ്റ് നീ നേരത്തെ പറഞ്ഞ പോലെ പക്കയായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ സീൻസ് കുറവാണ്, അതൊക്കെ ഓക്കെ. എടാ അത് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ വിഷ്വൽ ട്രീറ്റും കുറേ രാജ്യം കാണിച്ച് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്തോരം പേര് ഇപ്പോൾ ഈ തുടരും കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരിക്കലും പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറിനെ തള്ളി പറയുകയൊന്നും ചെയ്യണില്ല. പുള്ളിയുടേതായ വിഷൻ ഉണ്ട്, പുള്ളിയുടേതായ കാൽക്കുലേഷൻ കാര്യങ്ങളുണ്ട്. പുള്ളി പെർഫെക്റ്റ് ആണ്, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഞാനും ഫസ്റ്റ് ഡേ എമ്പുരാൻ പോയി കണ്ടാണ്. നാട്ടിലെ തിയേറ്ററിൽ ടിക്കറ്റ് ഇട്ടാണ്ട് ഞാൻ വേറെ സ്ഥലത്തൊക്കെ പോയാണ് സിനിമ കണ്ടത്. ഞാനും പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറിനും പുള്ളിയുടെ ഡയറക്ഷനും ഭയങ്കര ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയി കണ്ടത്. പക്ഷേ എനിക്ക് പേഴ്സണലി പൊളിറ്റിക്സ്, പക്ക പൊളിറ്റിക്സ് പടം പുള്ളി റിവീൽ ചെയ്തേക്കുന്ന ആൾക്കാരാണ്.
പൊളിറ്റിക്സ് മാത്രമായിട്ട് സിനിമ കാണാൻ ആരും താല്പര്യം, എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറയാനാണ്, താല്പര്യപ്പെടില്ല. പൊളിറ്റിക്സ് മാത്രമായിട്ട് കാണുന്നത്. ലൂസിഫർ എന്നുള്ള പടം അത്രയും ക്ലിക്ക് ആവാൻ കാരണം ഇത് രണ്ടും മിക്സ്ഡ് അപ്പ് ആയിട്ടായിരുന്നു സെറ്റ് ആയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അതിനകത്ത് രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞു പോകണമെന്നുള്ളത്. പക്ഷെ അതായിരുന്നു അയാളുടെ നീ പറഞ്ഞ പോലെ ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊട്ടേന്ന് പറഞ്ഞാൽ ഞാൻ വലിയ അതിന് തെറ്റൊന്നും കാണുന്നില്ല. അവിടെ ഒരു പടം ഇപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാണ്. പടം പൊട്ടയാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ചോദിച്ചു നീ പൊട്ടയാണെന്ന് പറയണ, ഇപ്പം ഞാൻ പൊട്ടയാണെന്ന് പറഞ്ഞു, നീ പടം കാണില്ല എന്നിട്ടോ? എടാ അത് നിന്റെ പേഴ്സണലി ഒപ്പീനിയൻ. ഞാനിപ്പോൾ ഒരു 5 പേരെടുത്ത് പടം പൊട്ടയാണെന്ന് പറഞ്ഞു, 5 പേര് ഈ പടം കണ്ടില്ല, ആ പടം ക്ലിക്ക് ആവാണ്ടിരിക്കുക അല്ലെങ്കിൽ ഓടാണ്ടിരിക്കുക ഒന്നുമില്ല. ശരിക്കും ഉണ്ട്. നിങ്ങൾ ഈ പൊട്ടയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇത് മറ്റേ ഈ എന്താ പറയാ ഇത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയില്ലേ, സ്പോയിലർ, അത് തന്നെയാണ് ശരിക്കും പൊട്ടയെന്ന് പറയുന്നത്. നമ്മളൊരു സാധനം ഒരാളെ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ പൊട്ടയെന്ന് പറയുന്ന ആൾക്കാർ ചിലത് തല്ലുമാല എന്നോട് ആരൊക്കെയോ പൊട്ടയെന്ന് പറഞ്ഞാൽ ആ സിനിമ എനിക്ക് ഫോണിൽ കണ്ട് ഞാൻ ജസ്റ്റ് ഫോണിൽ കണ്ട് എനിക്കിഷ്ടമായി. പിന്നെ അത് കുറേ സിനിമകളൊക്കെ എനിക്കിഷ്ടമായി. നമ്മൾ പൊട്ടയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ദൂരം സിനിമകൾ ആൾക്കാർ പൊട്ടയെന്ന് പറയും, നമ്മളതനുസരിച്ച് ആ പൊട്ടയെന്ന് കാണാൻ പോകണ്ട. എന്തോരം ആൾക്കാർ എൻ്റെ ഇതുപോലെ തന്നെ ഓഫീസ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടം ഓഫീസർ പൊട്ടയെന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഞാൻ കാണാൻ പോയില്ല. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട്. എടാ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അങ്ങനെ നോക്കാത്ത കാര്യം. ഞാൻ വേറെ കാര്യം പറയട്ടെ, നീ ഇങ്ങനത്തെ ഒരു കാറ്റഗറൈസിലുള്ള ആൾക്കാർ, ഇപ്പം നിന്നെ പോലെ പല ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ കാറ്റഗറൈസിലായിട്ട് മാത്രമുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവർ റിവ്യൂ ഇതിൻ്റെ കാര്യങ്ങളൊന്നും, ഐ മീൻ പേഴ്സണലി ഓൺലൈൻ മീഡിയാസിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാണ്ടിരിക്കുക. ഈ റിവ്യൂ പോലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ടിരിക്കുക. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ലാലേട്ടൻ്റെ ഒരു പടം അല്ലെങ്കിൽ ദിലീപിൻ്റെ ഒരു പടം പൃഥ്വിരാജിൻ്റെ ഒരു പടം പോയി കാണുക. എൻ്റെ സുഹൃത്ത് എങ്ങനെയാണ് ശ്രദ്ധിക്കാണ്ടിരിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ റിവ്യൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഫോൺ എടുത്ത് ഒരാൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഒരു ലാലേട്ടൻ നമ്മൾ നോക്കി കഴിയുമ്പോഴാണ് ഇത് സ്പോയിലർ, അപ്പോഴാണ് സ്പോയിലറാണ്. നീ പറഞ്ഞ ഓരോ സീനുകൾ, അതായത് ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്തോരം വീഡിയോ ക്ലിപ്സ് ആണെങ്കിലും ഒരിക്കലും റിവ്യൂ എന്ന് പറഞ്ഞാൽ സ്പോയിലർ അല്ല. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ കൊടുക്കണതാണ് ഈ കാണാനായിട്ടുള്ള ആൾക്കാർക്ക്. എന്താണ് ഇത് ആണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ പോണത്, അത് നല്ലതാണെന്ന് തീരുമാനിച്ച് അവർക്ക് വേണമെങ്കിൽ കാണാം. ചീത്തയാണെങ്കിലും നമ്മൾ നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് നമുക്ക് ഒരാൾക്ക് ഒരു ഫുഡ് കൊടുക്കുമ്പോൾ ഇത് നല്ലതാണ് കഴിച്ചോ എന്ന് പറയാം, ചീത്തയാണെങ്കിൽ ചീത്തയാണ് കഴിക്കണ്ട എന്ന് പറയാനുള്ള ഒരു ഇത് നമുക്കുണ്ട്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, നമുക്കത് പറയാം. ഒരാൾക്ക് എന്ത് വേണേൽ പറയാം, ഞാനത് പറയട്ടെ. അത് പറഞ്ഞ് അത് പിന്നെയും അവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും കാണും. ഇവൻ പറഞ്ഞതുപോലെ അത് ചീത്തയാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ കാണണമെന്നുള്ളവരത് കാണും. പിന്നെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോഴും ആൾക്കാർ കാണും, അത് അവരുടെ ഇഷ്ടമാണ്. നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇതുണ്ട് എന്ന് പറയണത് അത് പറയാം, അത് പറഞ്ഞു കൊടുക്കണം, അതാണ് അതിൻ്റെ ഇത്. റിവ്യൂ സ്പോയിലറാണ് എല്ലാം, അല്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദ റിവ്യൂസ് ആർ സ്പോയിലേഴ്സ് എന്ന് പറയാൻ കാരണമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്കാർ ജസ്റ്റ് ഒരു ടെക്ക് വാങ്ങിക്കാൻ പോകും, ഒരു ഫോൺ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്ന വെച്ചാൽ ഒരാൾ കൊള്ളൂല എന്ന് പറഞ്ഞാൽ പകുതി ആൾക്കാർ അപ്പം ഡ്രോപ്പ് ചെയ്യണം. ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ബിലീവ് ചെയ്യാം. ഇപ്പോൾ ഷർസാം എന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങേര് ഒരു വീഡിയോ ചെയ്തത് ഒരു സാധനം പ്രൊഡക്റ്റ് കൊള്ളൂലെന്ന് പറഞ്ഞാലില്ല, പകുതി ആൾക്കാർ അത് വാങ്ങിക്കാൻ പോകില്ല. ചിലപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാതായിരിക്കാം, ചിലപ്പോൾ പുള്ളിയുടെ ഡിവൈസുകളായിട്ട് ഇപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ എടുത്തിട്ട് ആപ്പിളിൻ്റെ വാച്ച് എടുത്തിട്ട് അയാളുടെ ഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നേരെ മറിച്ച് ഒരു ആൻഡ്രോയിഡ് പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾ ഒരു സാധനം കണക്ട് ചെയ്തിട്ട് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇയാൾക്ക് ഇഷ്ടമായില്ലെന്ന് വിചാരിച്ചിട്ട് മറ്റേയാൾക്ക് ഇഷ്ടമാവണം. അത് പറഞ്ഞതുപോലെ അയാൾ എന്തായാലും പറയാൻ പോണത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അയാൾ പറയണില്ല. അയാൾ ഇപ്പോൾ ഒരു സാധനം മേടിച്ചിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ പറയാൻ പോണത് അത് കൊള്ളൂല എന്ന് തന്നെയാണ്, അല്ലേ? ശരിയാണ്. അപ്പൊ പിന്നെ അയാൾ പറയണത് താനിപ്പോ വലിയ കാര്യത്തിന് പൊക്കി പിടിച്ച്, അതുപോലെ നമുക്ക് അതുപോലെ പറയാനുള്ള ഫ്രീഡം ഇല്ലേ എന്നാണ് ഞാൻ പറഞ്ഞ. റിവ്യൂസ് ആർ സ്പോയിലേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ആള് ശരിക്കും സ്പോയിലറാണ് ചിലപ്പോ. എന്ത്? അതായത് ചിലപ്പോ ഒരു കമ്പനിക്ക് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ചിലപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരാണ് പേടിക്കുന്നതെങ്കിലോ മാക്സിമം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ റെഡ്മിയുടെ ഫോണുകൾ പല ആൾക്കാർക്കും ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഫോണുകൾ ഒത്തിരി ഉപയോഗിച്ചാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 9 വർഷം കൊണ്ട് 3 ഫോൺ ഞാൻ ഉപയോഗിച്ചു, റെഡ്മിയുടെ ഫോണുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ്. അത് ഇഷ്ടമല്ലാത്ത എന്തോരം ആൾക്കാരുണ്ടെന്ന് പറയും, പൊട്ടയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരാൾക്ക് ഇഷ്ടമായത് വേറൊരാൾക്ക് ഇഷ്ടമാവില്ലായിരിക്കും ചിലപ്പോൾ, അതിന് കൊള്ളൂല എന്നല്ല പറയേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് പറയേണ്ടത്. മോസ്റ്റ് ഓഫ് ദ റിവ്യൂസ് ആർ സ്പോയിലേഴ്സ് എന്ന് ഞാൻ പറയാൻ കാരണം പല ആൾക്കാരും ഇന്നും ഒരു 60% ആൾക്കാരും ആ സിനിമയിലെ പല സീനുകൾ എടുത്തിട്ടാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. അതായത് ഒരു മുടി കൊടുത്തതിനെ കണ്ട് ഞാൻ കഞ്ചാവെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പല ആൾക്കാരും പറയുന്ന സാധനം.
എടാ പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ. എടാ സീനുകളെടുത്ത് ഇപ്പൊ റീൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എടാ അവന്മാർ ഈ സിനിമയിലെ ഓരോ കട്ടിങ്സും ഇപ്പൊ തൊടലമ്മയിൽ ഒരു സ്പോയിലർ സീനാണ് ലാലേട്ടൻ ഒരു ചെറിയൊരു കേജ് പോലത്തെ ഒരു സാധനത്തിനുള്ളിൽ നിന്ന് ചാടി വന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് റീൽസാണ് ഇപ്പോൾ എല്ലാവരുടെയും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ ഓരോ കട്ട് സീൻ എന്തായാലും റീൽസിൽ വരും. അതും ഒരു സ്പോയിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം ഫോൾസ് ആയി പോകല. അത് സ്പോയിലർ അല്ലേ? അത് സ്പോയിലറാണ്. റീൽസ് ആയിട്ട് ഇറങ്ങണത് സ്പോയിലറാണ്. പക്ഷെ ഒരിക്കലും ഒരു റിവ്യൂ സ്പോയിലർ അല്ല. അതെ റിവ്യൂ സ്പോയിലറാണ് കൂട്ടുകാരാ. ഇപ്പൊ ഞാൻ പറയട്ടെ, റിവ്യൂ സ്പോയിലറാന്ന് പറയാൻ കാരണമുണ്ട്. ഒരു തുടരും എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ, ഞാൻ കാണാൻ പോവാണ്. ഞാൻ ആ സിനിമ ആദ്യത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എൻ്റെ തിരക്കുകൾ കൊണ്ട് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ദിവസം കാണാൻ എനിക്ക് തിരക്കുകൾ കൊണ്ട് ബുക്ക് ചെയ്തില്ല. നാലാമത്തെ ദിവസമാണ് ഞാൻ കാണാൻ പോകുന്നത്. നാലാമത്തെ ദിവസം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവിചാരിതമായിട്ട് ഒരു റീൽ കാണുന്നത്. ആ തുടരത്തിലെ വില്ലൻ മറ്റേ ഇയാൾ ജോർജ് സാറ് അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വില്ലനാണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് ആ സിനിമയിൽ ആദ്യത്തെ സീൻ കണ്ടിട്ട് ഇയാൾ വില്ലെന്ന് എനിക്ക് തോന്നില്ല. ജസ്റ്റ് ആളാവാൻ കാണിക്കുന്ന ഒരു ഷോ, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഈ പല റിവ്യൂസ് ഇപ്പം നോക്കിക്കോ, അതിൻ്റെ അകത്തൊരു 60% റിവ്യൂസും സ്പോയിലേഴ്സാണ്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച അത്രേ ഉള്ളൂ. നമ്മൾ ജഡ്ജ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ മാക്സിമം പല റിവ്യൂസും കുറക്കാന്നേ ഞാൻ പറയുള്ളൂ. ഒരുപാട് ഒരു മിനിറ്റ് ഞാൻ ഒരു ഇത് പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാ സിനിമകളിലും അതിൻ്റെതായ സീനിൽ കട്ട് സീൻ എടുത്ത് അവർ മറ്റേ റീൽസും കാര്യങ്ങളും ഇടുന്നുണ്ട്. ഞാൻ എന്നാൽ വേറൊരു രീതിയിൽ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നല്ല പടം, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു ആക്ടർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ നീ ഇപ്പോൾ ഒട്ടപ്പടം എന്ന് പറഞ്ഞാൽ ഇത്ര നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിൻ്റെയൊക്കെ മെയിൻ ഒരു കാര്യം, ഞാനൊരു പടം എനിക്ക് മാക്സിമം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാൻ കാണണമെന്നുള്ളത് ഇപ്പം ഉണ്ടല്ലോ എല്ലാം ഓൺലൈനിൽ ചുമ്മാ എല്ലാം കിട്ടുന്ന ഈ സാഹചര്യത്തിലുണ്ടല്ലോ ഓരോ പടത്തിൻ്റെയും ബെസ്റ്റ് സീൻസൊക്കെ വെച്ച് ഓരോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസ് ആരെങ്കിലും ആയിക്കോട്ടെ, ആർക്കെങ്കിലും ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടി അവർ അതിൻ്റെ നല്ല സീൻ നോക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇടും. എനിക്ക് അതുപോലും എനിക്ക് ഫോണിൽ ആ ഒരു സ്പോയിലറായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ആദ്യം പോയിട്ട് തിയേറ്ററിൽ ഫസ്റ്റ് ഷോ പോയി കാണുന്നത്. നീ അങ്ങനെ ചിന്തിച്ചൂടാ? എന്തായാലും ഇപ്പം ആരൊക്കെ ഇതൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും സ്പോയിലറാണ് അതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഇതിന്റെ പുറകെ കിടക്കണവർ ഇടേണ്ടവരാണെങ്കിൽ കണക്കിന് നീയും പേടിച്ചിട്ടല്ലേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോണത്? റിവ്യൂസിനെ പേടിച്ചിട്ടല്ലേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് നീ പോണത്? ശരിക്കും പറഞ്ഞാൽ അതായത് നിനക്കറിയാം, നീ സമ്മതിച്ചില്ലെങ്കിലും റിവ്യൂസ് സ്പോയിലറാണെന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നീ ഫസ്റ്റ് ഷോയ്ക്ക് പോണത്. ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഈ മറ്റേ റിവ്യൂ സ്പോയിലർ അതേ കാര്യങ്ങൾ അങ്ങനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മെയിനായിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് വന്ന് ആൾക്കാരുടെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് പോയിട്ടില്ല. എനിക്ക് മെജോറായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ മാക്സിമം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യം ഹെവി പ്രൊഡക്ഷൻ, ഹെവി ഡയറക്ഷൻ, ഹെവി കാസ്റ്റിംഗ് ഇതെല്ലാം വന്ന പടം എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണണമെന്നുള്ള മെയിൻ ഇതെന്ന് വെച്ചാൽ ക്ലിപ്പിങ്സ്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതെനിക്ക് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും ഞാൻ റിവ്യൂ കണ്ടിട്ട് ഞാൻ സിനിമക്ക് പോകണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എടാ അങ്ങനെ പറയണെങ്കിൽ നീ ഇപ്പൊ ഏറെക്കുറെ പറയണത്. പക്ഷെ ഞാനിപ്പോ പറയണെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോണത് നമ്മ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ തോന്നിയിട്ടില്ല. ഞാനിപ്പോ ഒരു നല്ലൊരു പടം ഇറങ്ങണമെങ്കിൽ അതിനൊത്ത ഹൈപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകും. അല്ല അത് ഞാൻ ഇതുവരെ റിവ്യൂവിനെ പേടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറയണത് കേട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. അല്ല ഞാൻ അങ്ങനെ ഒരു ഇതിന് വേണ്ടി ഞാൻ പോയിട്ടില്ല. ഞാൻ ഇപ്പോ റിവ്യൂസ് ഞാൻ നോർമൽ അങ്ങനെ വാച്ച് ചെയ്യാറേ ഇല്ല, വാച്ച് ചെയ്യുന്ന ഒരാളെ അല്ല. പിന്നെ എന്നാലും ചിലതിലൊക്കെ കാണാൻ ഒരു ഫൺ ഉണ്ടാവും എന്താണെങ്കിലും അതുണ്ടാവും. എടാ ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നല്ല ബോധ്യമുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോയില്ല എങ്കിൽ ഇതിന്റെ ക്ലിപ്പിങ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നും ഇതിന്റെ ത്രില്ല് പോകുന്ന ഒരു സിനിമ കാണാനുള്ള ത്രില്ല് പോകുന്നു നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നത്. എന്നെ സംബന്ധിച്ച് സ്പോയിലേഴ്സ് ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിവ്യൂ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് വെറുപ്പിക്കാനായിട്ട് കുറെ എണ്ണങ്ങളുണ്ട്. അത് പേടിച്ചിട്ട് പോയിട്ടുണ്ട്. അത് പേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുന്നോ അത്രയും പെട്ടെന്ന് പോയി കാണണം എന്ന് വിചാരിച്ച് പോയി കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും റിവ്യൂ നോക്കി പോയിട്ടൊന്നുമില്ല. ശരിക്കും ഒരു ഇൻസ്റ്റയിലെ റീല് കാണുന്ന സെയിം എഫക്ട് തന്നെയാണ് ഇന്ന് റീൽസ് കാണുന്നത്. അല്ലെന്ന് പറയാൻ പറ്റും. ശരിക്കും റീൽ അല്ലേ ഇൻസ്റ്റയിൽ റീൽസ് കാണുന്ന സെയിം സെറ്റപ്പ് തന്നെയാണ്
മറ്റേ റിവ്യൂ കാണുന്നത് അല്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല മലയാളം ശരിക്കും ഇത് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും മലയാളികളെന്നല്ല എല്ലാ മനുഷ്യരും ഒരു കാര്യം ചിന്തിക്കുന്നത് പിക്ചറായിട്ടേ ചിന്തിക്കുള്ളൂ. നമ്മൾ പിക്ചറായിട്ട് ചിന്തിക്കുള്ളൂ. ഒരാൾ പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറയാണ് ഓക്കെ ആ സിനിമയിലെ ഇപ്പോൾ ദൃശ്യം ഇറങ്ങിയ തുടർന്ന് സിനിമയിലെ ബെന്നി സാറ് ഒരു പോലീസുകാരൻ വില്ലനാണെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഒരു പിക്ചർ കയറി ഏതെങ്കിലും ഒരു പോലീസുകാരനാണ് ഓരോരുത്തരുടെ മനസ്സിലടിച്ച് ഏതെങ്കിലും ഒരു പോലീസുകാരനെ പിക്ചറാക്കി ഇയാൾ വില്ലനായിക്കോ വളരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആളെ ഇങ്ങനെ ചിന്തിച്ച് പോവാണ്. ശരിക്കും റീല് കാണുന്ന സെയിം സെറ്റപ്പ് തന്നെയാണ് റിവ്യൂ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ ഇത്ര എനിക്ക് ഇന്നതാണ് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ക്യാമറ ആംഗിൾ ഭയങ്കര മോശം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഓരോ ഇത് പറയാം. അതല്ല എന്ത് അപ്പൊ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ക്യാമറ ആംഗിൾ മോശം എന്ന് പറഞ്ഞു. ക്യാമറ ആംഗിൾ മോശം എന്ന് പറഞ്ഞത് അതെങ്ങനെ സംഭവിക്കാൻ പറ്റും? തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ടേ, അത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുമെങ്കിലും ആ ക്യാമറ ആംഗിൾ വേറൊരു കാര്യം പറയട്ടെ, അത് കറക്റ്റ് ആണ്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് പറ്റൂല എന്ന് മാത്രം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊള്ളൂല എന്ന് പറയാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഒന്നിനും പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. വേറെ ഞാൻ പറയട്ടെ, ഇത് ഒരു ഭാഗം ഇപ്പൊ ഒരു പടം കൊള്ളൂല, പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന്. ഇതിപ്പോ നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പൊ ക്യാമറ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരുടെ തലക്കടി ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. ഒരു പടം എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ആണ്. ഇപ്പൊ ഡയറക്ഷൻ, തിരക്കഥ, കാര്യങ്ങൾ, ഈ സ്ക്രീൻ പ്ലേ എല്ലാം, ആക്ടർ എല്ലാം കൂടിയതാണ് ഒരു സിനിമ. അപ്പൊ നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫി കൊള്ളൂല, മറ്റേ വീഡിയോഗ്രാഫി കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിനെ നീ കുറ്റപ്പെടുത്തണ പോലെ. അങ്ങനെയുള്ള സുഹൃത്തെ, ഒരു കാര്യം ജഡ്ജ് ചെയ്തിട്ട് ഒരു കാര്യത്തെ വെച്ചിട്ട് നമ്മൾ മൊത്തം ജഡ്ജ് ചെയ്യരുത്. റെട്രോ സിനിമയില് സൂര്യയുടെ അഭിനയം അമേസിങ്, ഒരു രക്ഷയില്ല. അതിൻ്റെ അകത്ത് ക്യാമറ അമേസിങ്, ഒരു രക്ഷയില്ല. അതിൻ്റെ അകത്ത് വരുന്ന ഡയലോഗ്സ് കാര്യങ്ങൾ ഒരു രക്ഷയില്ല. അവർ ആ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില മിസ്സിങ് സ്പോട്ട്സ് ഒരു ഭാഗങ്ങളുണ്ടാവും, ഓക്കെ, കുറച്ച് ലാഗൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എന്നാലും ഓവറോൾ ആ സിനിമ അത്ര മോശം പോലെ പൊട്ട സിനിമ എന്ന് പറയാം. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ സിനിമ കൊണ്ട് ഇറങ്ങി ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് പൊട്ടപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ളവർ കൊണ്ട് കാണിക്കാണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ കാണാനുണ്ടാവും. നമുക്ക് പറയാനുള്ളത് ആസ് എ നോർമൽ പേഴ്സൺ കാശ് കൊടുത്ത് ഞങ്ങൾ പണിയെടുത്ത് ഞങ്ങൾ ഉണ്ടാക്കണ കാശ് കൊടുത്ത് ഞങ്ങൾ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതെ, അത് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നു. അത് കാണാൻ ആഗ്രഹിക്കാത്ത അവർക്കത് സപ്പോർട്ട് ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല പടങ്ങൾ മാത്രം കാണണം എന്ന് വിചാരിച്ച് പോയി കാണുന്നവരുണ്ടാവും. അവരെ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കുഴി കൊണ്ടുപോയി ചാടിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു പടം കണ്ടിട്ട് അതിൻ്റെ എല്ലാ പെർസ്പെക്റ്റീവ്സും നല്ല നോക്കി സിനിമ നല്ല എന്ന് പറഞ്ഞാണോ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാകണമാണോ നല്ലത്? ഏതാണ് നല്ലത്? കമന്റ് ബിലോ.